അല്ല ഇതാര്? ഇപ്പൊ നിങ്ങളെ കണ്ടാൽ ഒരു മെന്റൽ മാൻ ലുക്ക് ഉണ്ട്. മെന്റൽ മാൻ അല്ലടി സൈത്താനെ, ജെന്റിൽമാൻ. അത് തന്നെയാ നമ്മൾ ഉദ്ദേശിച്ചത്. അല്ല നിങ്ങക്ക് ഇപ്പൊ എന്ത് പറ്റിന്ന്? പഴയ ബ്രോക്കർ പണിയൊക്കെ നിർത്തിയിട്ട് ക്രിക്കറ്റിലെ റെഫറി ആകാൻ പോവാ? എടി ഞമ്മക്കൊന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു കമ്പനിയുടെ മാനേജറായിട്ട്. കിട്ടിയ കോളടിച്ച് 5 അക്ക ശമ്പളം, ഫ്രീ ഫുഡ്, കമ്പനി കാറ്, കുസാലന്നെ. ഈ ലുക്കില് ഞമ്മളെ പോലെ വീഴ്ത്തും. അവസാനം നിങ്ങൾ വീഴാണ്ട് നോക്കിക്കോളി. റോഡും സ്ലാബും ഒക്കെ പൊളിഞ്ഞു കിടക്കാണ്. വാ തുറന്ന ഈ ഇബ്ലീസ് ഇങ്ങനത്തെ വർത്താനേ പറയൂ. എന്നാ ശരി, ഞമ്മൾ പോയിട്ട് വരാം. പഠിച്ചോനെ, എന്താണ് നോമ്പിന്റെ കിറ്റ് വിതരണം വല്ലതും ഉണ്ടോ? എക്സ്ക്യൂസ് മീ, ഇവിടെ വല്ല അരി വിതരണം ഉണ്ടോ? അരി വിതരണമൊന്നല്ല, ഈ ഓഫീസിലെ മാനേജർ പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുക, അതിന്റെ ആളാ. ഓ അത് ശരി. എന്തായാലും തോറ്റ് പിന്മാറുന്ന പ്രശ്നമല്ല. ക്യൂ എങ്കിൽ ക്യൂ. മിസ്റ്റർ ഗഫൂർ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സാർ. ഞങ്ങളുടെ കമ്പനിയിൽ മാനേജർ ആവാൻ വേണ്ട ആദ്യ യോഗ്യത GK ആണ്. അതെന്ത് പണിയാണ് സാറേ? എന്നാ പിന്നെ ആദ്യം മൂപ്പരം കൊണ്ട് വിളിച്ചാ പോരായിരുന്നോ? വെറുതെ മനുഷ്യൻ ക്യൂ നിന്ന് സമയം കളഞ്ഞ്. മിസ്റ്റർ ഗഫൂർ, GK എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് എന്ന വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. കേട്ടിട്ടേ ഇല്ല? സോറി, ഇല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരാണെന്ന് പറയാമോ? അറിയില്ല സാർ. എന്നാ ഗാന്ധിജിയെ കുറിച്ച് പറയോ? അതും അറിയില്ല സാർ. ഇതൊന്നും അറിയാതെയാണോ ഇങ്ങനെയൊരു ഇന്റർവ്യൂവിന് വന്നത്? എന്നാ പിന്നെ നിങ്ങൾ പറ. നിങ്ങൾക്ക് ലണ്ടൻ ഉസ്മാൻ അറിയോ? ഇല്ല. മത്യംസൻ അറിയോ നിങ്ങൾക്ക്? ഇല്ല. അതും അറിയൂല. എന്നാ പ്ലാസ്റ്റിക് മൊയ്തൂൻ അറിയോ? പ്ലാസ്റ്റിക് മൊയ്തു? ഇവരൊക്കെ ആരാ? അതാണ് പറഞ്ഞത്. എന്റെ ചങ്ങായിമാരൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ ചങ്ങായിമാരൊന്നും ഞമ്മക്കും അറിയൂല. വെരി സിമ്പിൾ.